ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ശോഭയും കൂടി പുതിയൊരു വിഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയായിരിക്കും. ഒരു ഇറ്റാലിയൻ വിഭവമാണ്, ലസാനിയ എന്നാണ് അതിന് പറയുന്നത്. അത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. 4 മണിയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ വിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അധികം എരിവൊന്നുമില്ല, അപ്പം നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇന്ന് അരുണിന്റെ അഭാവത്തില് വീഡിയോ എടുക്കുന്നത് ഞാനായിരിക്കും. ഇന്ന് ക്യാമറമാനല്ല, ക്യാമറ വുമൺ ആയിരിക്കും. അപ്പൊ നമുക്ക് ലസാനിയ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ശോഭയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം എല്ലാത്തിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി ലെങ്തി ആയി പോവില്ലേ, അതുകൊണ്ട് ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട ഐറ്റംസ്: ക്യാരറ്റ്, ഒനിയൻ, പിന്നെ ചോപ്ഡ് ടൊമാറ്റോ, ബീഫ്, മിൻസ്ഡ് ബീഫ്, പിന്നെ അതുപോലെ തന്നെ ഗാർലിക്, ബീഫ് സ്റ്റോക്ക്, ടൊമാറ്റോ പ്യൂരി, ഒലിവ് ഓയില്, ഒരിഗാനോ. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യമായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുവാണ്, അത് ആവശ്യത്തിന്. ചിലർക്കൊക്കെ എണ്ണ ഒത്തിരി ഇഷ്ടമായിരിക്കും, അപ്പം അതനുസരിച്ച് നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. എണ്ണ ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ഇടുവാണ്. ഒരു നമ്മൾ എടുക്കുന്ന ബീഫിന്റെ അനുസരിച്ച്, ഇതിപ്പോ ഞാൻ ചെറിയ ഒനിയനായിരുന്നു, അതുകൊണ്ട് ഒരു 2-3 ഒനിയൻ എടുത്തായിരുന്നു കേട്ടോ. അപ്പൊ അത് നമുക്കൊന്ന് വഴറ്റാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. അധികം സമയമൊന്നും എടുക്കുകയില്ല, പിള്ളേർക്കാണേലും ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. നമ്മുടെ ഒനിയൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കുവാണ്. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മള് ചെറിയ പീസസ് ആയിട്ട് സ്ലൈസസ് ആയിട്ട് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട്. എത്ര ക്യാരറ്റ് എടുത്തു? ഞാനൊരു 2 ക്യാരറ്റ് എടുത്തായിരുന്നു, ഒരു മീഡിയം സൈസിന്റെ. അങ്ങനെയെങ്കിലും പിള്ളേരൊക്കെ വെജിറ്റബിൾ കഴിച്ചോളൂല്ലോ. ഇതിന്റെ അത് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇടാം കേട്ടോ. മഷ്റൂം ഇടുന്നവരുണ്ട്, അപ്പോൾ നമുക്ക് മഷ്റൂം വേണമെങ്കിൽ അതും കൂടെ ഇടാം. ചിലർക്ക് മഷ്റൂം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ മിൻസ്ഡ് ബീഫ് ഇട്ട് കൊടുക്കുവാണ്. ഇച്ചിരി ഫാറ്റുള്ള, ഒരു 25% ഫാറ്റൊക്കെയുള്ള ബീഫാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ബീഫെല്ലാം ഒരുവിധം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ചോപ്ഡ് ടൊമാറ്റോ ഇടാം കേട്ടോ. ഇത് ഞാൻ ഏകദേശം ഒരു ക്യാൻ്റെ അകത്ത് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി ഇട്ട് കൊടുക്കാം. അത് ഇളക്കി കൊടുത്ത് പിന്നെ നമ്മുടെ ബീഫ് സ്റ്റോക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഒരിഗാനോ ഇട്ട് കൊടുക്കുവാണ്. ഇതൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്ന കേട്ടോ. നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും, നമുക്ക് വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. അപ്പം വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ഞാൻ പൊടിയായിട്ട് ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലംസ് ഉണ്ടാകും. അപ്പം ഞാൻ ജസ്റ്റ് അത് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് സ്മൂത്തി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്യുവാണ്. നമുക്ക് ആവശ്യത്തിനുള്ള സോസിനനുസരിച്ചുള്ള പൊടി ഇടണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പാല് ആഡ് ചെയ്യുവാണ് കേട്ടോ. കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്യുവാണേ. അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ഈ ഒരു ശകലം പെപ്പറും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഒരു 3-4 എണ്ണം അത്രേ ഉള്ളൂ. ഓക്കെ, സോസിന്റെ പരിപാടി കഴിഞ്ഞു. ഇതാണ് ലസാനിയയുടെ ഷീറ്റ്. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് പല ഷേപ്പിൽ വെക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചൂടുവെള്ളത്തിന്റെ അകത്ത് ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് അത് സോക്ക് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇച്ചിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ പിന്നെ വേഗമല്ല എന്നുള്ള ഒരു പേടി വേണ്ട.
അപ്പൊ ഞാൻ ഇത് റെഡിയാക്കാനായിട്ട് ഒരു പാത്രം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ബീഫിന്റെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ് ഇടാം. അതിട്ടു. ഇനി ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഷീറ്റ് ഇതിലടുത്ത് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബീഫിന്റെ ആ ബാറ്റർ ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ഇതിൻ്റെ അകത്തോട്ട് കുറേശ്ശായിട്ട് എടുത്തിട്ട് പോവാം കേട്ടോ. ഇനി അതിന്റെ മുകളിലേക്ക് ഞാൻ ആ ലസാനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സോസില്ലേ, അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന്റെ മുകളിലേക്ക് ഞാൻ അടുത്ത ഷീറ്റ് വിരിക്കുവാണ്. ത്രീ ലെയർ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ബീഫ്, അതിന്റെ സോസ്, ഷീറ്റ് അങ്ങനെ വെച്ച് അവസാനം ഏറ്റവും ടോപ്പിൽ കുറച്ച് സോസും കൂടെ നമ്മൾ ഒഴിക്കുവാണേ. ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് ചീസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചീസ് ഇഷ്ടമുള്ളത് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒരു 25 മിനിറ്റ്സ് ഓവൻ്റെ അകത്തോട്ട് വെച്ച് ഞാൻ അടച്ചു വെച്ചേക്കുവാ കേട്ടോ. ഇനി അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ലസാനിയ റെഡിയായി എന്നാണ് ജിഷ പറഞ്ഞത്. അപ്പോൾ നോക്കാം. കണ്ടോ, നന്നായിട്ട് മേളില് ഇങ്ങനെ നല്ല ബബിള് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. കാരണം നമ്മൾ ഷീറ്റ് എല്ലാം ഓൾറെഡി സോക്ക് ചെയ്ത് ഒന്ന് കുക്കാക്കി വെച്ചത് കൊണ്ട് അത് പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലസാനിയ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കഴിക്കാനായിട്ട് കുറച്ച് പേര് എത്തിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അപ്പൊ അവർ വെയിറ്റിംഗ് ആണ്. ലസാനിയ ടേസ്റ്റ് ചെയ്യാനായിട്ട് സ്കൂള് വിട്ട് നമ്മുടെ ഇളയ പുത്രി വന്നിട്ടുണ്ട്. അതുപോലെ ശോഭ ഇരിപ്പുണ്ട്. രണ്ടുപേരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നേ. നല്ല ടേസ്റ്റ് ആണ്, ഭയങ്കര ഇഷ്ടം. എങ്ങനെയുണ്ട് ശോഭ? അതെയോ? ആ കണ്ട, ശോഭയും പറഞ്ഞു അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടാക്കി ജിഷയ്ക്ക് കൊടുക്കാം ഒരു ശകലം. നന്നായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറഞ്ഞല്ലോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ.